നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന്. നമ്മൾ HTML ന്ന് തുടങ്ങാൻ വെച്ചിട്ടാണ്. ആദ്യം HTML ഫണ്ടമെൻ്റൽസ് ഫുള്ള് പഠിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഓരോന്നിലേക്ക് നീങ്ങാൻ വെച്ചിട്ട് CSS, ജാവാസ്ക്രിപ്റ്റ്, അങ്ങനെ ഫ്രണ്ട് എൻഡ് ഭാഗം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്ക് എൻഡ്, അങ്ങനെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർക്ക് വേണ്ട എല്ലാ തരം വീഡിയോസും ഇതിൽ ചെയ്യണമെന്നാണ്. ഇതിപ്പോൾ HTML സീരീസാണ് നമ്മൾ തുടങ്ങാൻ പോണത് ഇന്ന്. അപ്പോൾ ഫ്രണ്ട് എൻഡ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്നതാണ്. അതായത് അബ്സല്യൂട്ട് ബിഗിനർ, ആദ്യമായിട്ട് ഇതുവരെ ഒന്നും കോഡ് ചെയ്യാത്ത ഒരാൾക്ക് പോലും ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് HTML ആണ്. HTML പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതായത് ഇപ്പോൾ ഒരു സ്ട്രക്ചറൊക്കെ കാണിക്കില്ലേ, ഒരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുന്നത് HTML വെച്ചിട്ടാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതിനെ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റില്ല. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറയുമ്പോൾ ലോജിക്കും അങ്ങനെയൊക്കെ വരുന്നതാണ്. ഇതിലങ്ങനെയൊന്നും വരുന്നില്ല. ഇത് ജസ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഫോർ മേക്കിംഗ് വെബ്സൈറ്റ് സ്ട്രക്ചർ. ഇത് വെബ്സൈറ്റിൻ്റെ വേറെ ബിൽഡിംഗ് ബ്ലോക്കാണ്. അതായത് HTML ഇല്ലാത്ത ഒരു വെബ്സൈറ്റ് ഉണ്ടാവില്ല. HTML കൊണ്ടാണ് എല്ലാ വെബ്സൈറ്റിൻ്റെയും സ്ട്രക്ചർ ഉണ്ടാക്കുക. HTML അത്രയും ആവശ്യമുള്ളതാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് HTML പഠിക്കാൻ തുടങ്ങാൻ ആദ്യം എന്തൊക്കെ വേണമെന്നാണ്. HTML ഫയൽസ് വെബ് ബ്രൗസറിലാണ് റൺ ചെയ്യുക. അപ്പോൾ ഫയർഫോക്സോ ക്രോമോ അങ്ങനെ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഉണ്ടായാലും മതി. പിന്നെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ വേണം. അതിപ്പോൾ നമുക്ക് നോർമൽ ടെക്സ്റ്റ് എഡിറ്ററും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യണത് VS കോഡ് അല്ലെങ്കിൽ സബ്ലൈം ടെക്സ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് കോഡ് എഡിറ്റേഴ്സ് ഉണ്ടാവും. അതാവുമ്പോൾ നമുക്കൊന്നുകൂടിയും യൂസ് ചെയ്യാൻ സുഖമായിരിക്കും. അതിലിങ്ങനെ കോഡ് ഓട്ടോ കംപ്ലീഷൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കോഡർക്ക് വേണ്ടിയിട്ടുള്ള കുറേ എക്സ്റ്റൻഷൻസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കോഡ് ചെയ്യാൻ ഒന്നുകൂടി സിമ്പിൾ അതിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിലൊക്കെ VS കോഡാണ് യൂസ് ചെയ്യുക. മോസ്റ്റ്ലി എല്ലാ പ്രോഗ്രാമേഴ്സും VS കോഡ് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് VS കോഡ് ഡൗൺലോഡ് ചെയ്യുക. അത് ടെക്സ്റ്റ് എഡിറ്റർ ആയാലും മതി, പക്ഷേ കോഡ് എഡിറ്റർ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടിയും സിമ്പിളായിരിക്കും കോഡ് ചെയ്യാനൊക്കെ. അപ്പോൾ VS കോഡ് ഭയങ്കര ഫേമസ് ആണ് അതിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് VS കോഡ് എന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് ഈ വരുന്ന ഇത് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അപ്പോൾ ഈ പേജിലേക്ക് വരും. അപ്പോൾ എൻ്റെ ഇപ്പോൾ വിൻഡോസ് 64 ബിറ്റ് ആണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ പോപ്പപ്പ് വരും 67 MB. അത് സേവ് ഫയൽ കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധാ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും പോലെ തന്നെയാണ്, വേറെ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഞാനത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അപ്പോൾ VS കോഡ് തുറന്നാൽ ഫസ്റ്റ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ സൈഡിൽ ഈ എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡർ തുറക്കുക. നമുക്ക് വർക്ക് ചെയ്യാൻ HTML ഫയൽസൊക്കെ ഉണ്ടാകാനൊക്കെ പറ്റിയൊരു ഫോൾഡർ. അപ്പോൾ ഞാനിപ്പോൾ HTML ബേസിക്സ് പറയുന്ന ഈ ഫോൾഡർ സെലക്ട് ഫോൾഡർ കൊടുക്കണം. അപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ആയി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഫയൽസൊക്കെ ഇതാ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്രസൻറ്റേഷൻ ഫയലാണുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു HTML ഫയൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ന്യൂ ഫയൽ ഐക്കൺ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫയൽ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ index.html എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുക. അപ്പോൾ ആ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ HTML ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഫോൾഡർ ഒന്ന് തുറന്നു വെക്കുക. സിമ്പിൾ ഫ്രണ്ട് എൻഡിൽ HTML ബേസിക്സ് ഈ ഫോൾഡറിലാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത്. കണ്ടോ, index.html ഇതിൽ കാണുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രൗസറിലാണ് ഓപ്പൺ ആയിട്ട് വരിക.
ഇപ്പോൾ ഇതിലൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ബ്ലാങ്ക് വൈറ്റ് സ്ക്രീനാണ് വരിക. ഇനിയിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നില്ല വെച്ചാൽ ഓപ്പൺ വിത്ത് ഫയർഫോക്സോ ഗൂഗിൾ ക്രോമോ കൊടുത്താൽ മതി. അത് നമുക്ക് മിനിമൈസ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് എല്ലാ HTML പേജിനും ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ ആദ്യം HTML ടാഗ് വെച്ചിട്ടാണ് തുടങ്ങുക. അത് എല്ലാ HTML ഫയലും അങ്ങനെ ഇരിക്കും. പിന്നെ അതിന് ഒരു ക്ലോസിങ് ടാഗും ഉണ്ടാവും. അത് ഈ HTML ആദ്യം ഒരു ഫ്രണ്ട് സ്ലാഷും പിന്നെ ഒരു HTML, അങ്ങനെയാണ് ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ div എന്നാണ് കൊടുത്തു വെച്ചാൽ ഇവിടെ ഫ്രണ്ട് സ്ലാഷ് div. അങ്ങനെ ഇപ്പോൾ ഓപ്പണിംഗ് ടാഗ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ ഒരു ഫ്രണ്ട് സ്ലാഷ് കൊടുക്കും. അപ്പോൾ ഇതെല്ലാതിനും ഉണ്ടാവും ഈ HTML ടാഗ്. പിന്നെ ഉള്ളത് ഹെഡ് ടാഗാണ്. അതും ഇതേപോലെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ടാഗ് ഒരു ക്ലോസിങ് ടാഗ്. ഇന്ത്യയിൽ ഞാൻ ഓപ്പണിംഗ് ടാഗ് അടിക്കുമ്പോൾ തന്നെ ക്ലോസിങ് ടാഗ് വരുന്നുണ്ട്. അത് VS കോഡിലെ ഒരു എക്സ്റ്റൻഷൻ കാരണമാണ്. അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. VS കോഡിലെ എക്സ്റ്റൻഷൻസ് എങ്ങനെ യൂസ് ചെയ്യുക, സിമ്പിളായിട്ട് കോഡ് ചെയ്യുക എന്നൊക്കെ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതേമാതിരി ടൈപ്പ് ചെയ്യുക, ഒരു ഫ്രണ്ട് സ്ലാഷ് പിന്നെ ഹെഡ് എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബോഡി ടാഗാണ്. ബോഡിക്കുണ്ട് ഇതേമാതിരി ഓപ്പണിംഗ് ടാഗ് ക്ലോസിങ് ടാഗ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്യുക. അതായത് ഒരു ഹെഡ് ടാഗ് പിന്നെ ഒരു ബോഡി ടാഗ്. അപ്പോൾ ഈ ബോഡി ടാഗിനുള്ളിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് വിചാരിക്കുക. അങ്ങനെ വേണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ HTML എന്ന് ടൈപ്പ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ സേവ് ചെയ്താൽ എന്നിട്ട് നമ്മളെ ബ്രൗസറിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ലേ അതെടുത്തിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ HTML എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ നമ്മൾ ബോഡിയുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇതായി ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുക. ഹെഡിൻ്റെ ഉള്ളിൽ വരുന്നത് അത് അതിൻ്റെ മെറ്റാഡാറ്റയൊക്കെ പോലെയാണ്. അതായത് ഹെഡിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ കുറിച്ചിട്ടുള്ള ടൈറ്റിൽ അങ്ങനെയൊക്കെ കാണിക്കുക. അപ്പോൾ ടൈറ്റിൽ ടാഗ് ഉണ്ട് നമുക്ക്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറഞ്ഞ് ടാഗ് കൊടുത്തു. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ടൈറ്റിൽ ഇപ്പോൾ കൺട്രോൾ ഫ്ലോ എന്ന് കൊടുക്കുകയാണ് വിചാരിക്കുക. കൺട്രോൾ ഫ്ലോ എന്നിട്ട് സേവ് ചെയ്യുക. കൺട്രോൾ S അമർത്തിയ സേവ് ചെയ്യുക. എന്നിട്ട് റീഫ്രഷ് ചെയ്താൽ കണ്ടോ, ഈ ടാബിൻ്റെ ഏറ്റവും മുകളിൽ കണ്ടില്ലേ ഇവിടെ കൺട്രോൾ ഫ്ലോ എന്നായി നമ്മുടെ ടൈറ്റിൽ. ഇവിടെയാണ് ടൈറ്റിൽ അപ്പിയർ ആവുക. അപ്പോൾ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഒരു HTML ഫയലിൻ്റെ. ഞാനിപ്പോൾ സ്ക്രീൻ ഒന്നുകൂടി വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു റീവൈൻഡ് ചെയ്യാൻ HTML ടാഗ് ക്ലോസിങ് ഓപ്പണിങ് പിന്നെ ഹെഡ് ടാഗ് ബോഡി ടാഗ്, ഇത് മൂന്നാണ് ഫണ്ടമെൻ്റൽസ്. അപ്പോൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലുള്ള ടൈറ്റിൽ നമ്മുടെ ടാബിൻ്റെ മുകളിൽ എഴുതി കാണിക്കുന്ന നമ്മുടെ ടൈറ്റിൽ, പിന്നെ ബോഡി ടാഗിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മുടെ വെബ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ബാക്കി കുറച്ച് ടാഗ്സും ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം.